റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ട്രെയിൻ സർവീസ് അവിടെ റദ്ദാക്കി എന്നുള്ളത്. ഒരു വികസിത രാജ്യമായിട്ട് പോലും വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ ആ പ്രശ്നം കാരണം അനുഭവിക്കാറുണ്ട്. 3 മണിക്കൂറിന് ശേഷം ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരെല്ലാം തിരക്ക് കാരണം റെയിൽവേ സ്റ്റേഷന്റെ നടപ്പാതകളിലും റോഡിലും ഒക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. ആളുകൾ പോവാൻ പേടിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നത്. അപ്പൊ അന്നത്തെ ചാൾസ് രാജാവ് ഈ കോവനാൻഡേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ കോവനാൻഡേഴ്സ് പ്രിസൺ. എൻ്റെ പേര് സൂര്യതമ്പുരു, ഡോക്ടറാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നായ സ്കോട്ട്ലൻഡിലേക്ക് പോയ യാത്രാവിശേഷങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ജോലി ആവശ്യങ്ങൾക്കായി UK നിൽക്കുന്ന സമയത്താണ് ഞാനും വൈഫും സ്കോട്ട്ലൻഡിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്കൊരു യാത്ര പോകാം എന്ന് തീരുമാനമെടുത്തത്. അങ്ങനെ അതിമനോഹരമായ സ്കോട്ട്ലൻഡിൽ ഒരു 10 ദിവസത്തെ യാത്ര നടത്താൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചു. 2025 ഓഗസ്റ്റ് മാസത്തിലാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത്. ബർമിംഗ്ഹാമിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. ബർമിംഗ്ഹാമിൽ നിന്ന് എഡിൻബ്രയിലേക്ക് 9 മണിക്കൂറിന്റെ ഒരു ട്രെയിൻ യാത്രയുണ്ട്. UK താഴെ അറ്റത്ത് നിന്ന് ഏറ്റവും മുകളിലേക്കുള്ള ഒരു നീണ്ട ട്രെയിൻ യാത്രയാണിത്. ഈ യാത്രയിൽ UK ഗ്രാമപ്രദേശങ്ങളും പട്ടണങ്ങളും ഒക്കെ കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരു ഞായറാഴ്ചയാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്തത്. അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഒരു യൂബർ പിക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ട്രെയിൻ സർവീസ് അവിടെ റദ്ദാക്കി എന്നുള്ളത്. ട്രെയിൻ സർവീസ് റദ്ദാക്കുന്നത് UK വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വികസിത രാജ്യമായിട്ട് പോലും വളരെയധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ ആ പ്രശ്നം കാരണം അനുഭവിക്കാറുണ്ട്. അന്ന് ഞങ്ങൾ പോയ ട്രെയിനും ഇതുപോലെ തന്നെ റദ്ദാക്കിയിരുന്നു. ഏകദേശം 200 പൗണ്ടായിരുന്നു ആ ട്രെയിൻ ടിക്കറ്റിന് ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ ആ പൈസ നമുക്ക് റീഫണ്ടായി തരാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പ്ലാൻ മുഴുവൻ തെറ്റി അവിടെ തന്നെ. അപ്പോൾ ഞങ്ങൾ മറ്റൊരു ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു 3 മണിക്കൂറോളം ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു. 3 മണിക്കൂറിന് ശേഷം ആ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഇംഗ്ലീഷുകാരെല്ലാം തിരക്ക് കാരണം റെയിൽവേ സ്റ്റേഷന്റെ നടപ്പാതകളിലും റോഡിലും ഒക്കെ കിടക്കുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ പോയാൽ നമുക്ക് സ്ഥിരമായി കാണാൻ പറ്റുന്ന ഒരു കാഴ്ച അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അതിനുശേഷം മറ്റൊരു കണക്റ്റിംഗ് ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടി. ആ ട്രെയിനിലേക്ക് കയറാൻ പറ്റാത്ത ഒരു തിരക്കായിരുന്നു. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് സ്കോട്ട്ലൻഡിലേക്ക് പോകാം എന്ന് ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും ഒരു സ്ഥലം കിട്ടാത്ത രീതിയിൽ ഒരു ട്രെയിനാണ് കിട്ടിയത്. UK ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിനകത്ത് തന്നെ ആളുകൾ നിൽക്കും, സൈക്കിളുകൾ ഉണ്ടാകും, സ്കേറ്റ് ബോർഡുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെയധികം കൺജസ്റ്റഡ് ആയിരുന്നു. AC വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല, ഇരിക്കാനുള്ള ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. നിന്നാണ് ഞങ്ങൾ ആ യാത്ര ആരംഭിച്ചത്. പതിയെ ട്രെയിൻ എടുത്തു. 1 മണിക്കൂറിന് ശേഷം ഭാഗ്യത്തിന് ഇരിക്കാൻ ഒരു സ്ഥലം കിട്ടി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടൊക്കെ നോക്കി. മനോഹരമായ കുന്നുകൾ കാണാൻ തുടങ്ങി, ചെറിയ ചെറിയ അരുവികൾ കാണാൻ തുടങ്ങി. ഇംഗ്ലണ്ടിൽ നിന്ന് വെയിൽസിലേക്ക് ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. വെയിൽസ് വളരെയധികം ഗ്രാമപ്രദേശങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ യാത്ര ഇംഗ്ലണ്ടിന്റെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഇംഗ്ലണ്ട് മുഴുവൻ കവർ ചെയ്തൊരു യാത്ര ആയതുകൊണ്ട് തന്നെ UK മുഴുവൻ ടെറൈനും നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു 8-9 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷനിലെത്തി. എഡിൻബ്രയ്ക്ക് മുമ്പ് ബെർവിക് അപ്പോൺ ട്വീഡ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങേണ്ടത്. ഞങ്ങളുടെ പ്ലാൻ ബേസിക്കലി സ്കോട്ട്ലൻഡിന്റെ ഗ്രാമപ്രദേശങ്ങൾ കാണണം എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൈലൻഡ്സ് ഞങ്ങൾ ചൂസ് ചെയ്തതും. അതായത് സ്കോട്ട്ലൻഡിന്റെയും ഇംഗ്ലണ്ടിന്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഹൈലൻഡ്സ്. അവിടെ മുഴുവൻ കുന്നുകളും മലകളും ഒക്കെയാണ്. പോപ്പുലേഷൻ വളരെ കുറവാണ്. ഈ ഹൈലൻഡ്സിന്റെ ഉൾപ്രദേശത്ത് ഒരു ചെറിയ എയർബിഎൻബിയിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര രസമായിരുന്നു. കാരണം വളരെ ആളൊഴിഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ടിക്കറ്റ് കൗണ്ടറുകളില്ല. വളരെ കുറച്ച് ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു, 1-2 ആൾ ആ ട്രെയിനിലേക്ക് കയറുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആണെന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറി വളരെ ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ് ഞങ്ങൾ ഈ എയർബിഎൻബി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ എയർബിഎൻബിയുടെ ഓണർ ഞങ്ങളെ വിളിക്കാൻ വരാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി വന്നു. പുള്ളി തിരിച്ചു കൊണ്ടുപോയി. തിരിച്ച് എയർബിഎൻബിയിലേക്ക് പോകുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റ്, സെയിൻസ്ബറി എന്ന സൂപ്പർ മാർക്കറ്റിൽ നിർത്തി ഞങ്ങൾക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി തന്നു. പുള്ളിയാണ് അതിന്റെ പേയ്മെന്റ് വരെ ചെയ്തത്. അത്രയും ജനറസ് ആയിട്ടുള്ള ആളുകളാണ് സ്കോട്ട്ലൻഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്കോട്ട്ലൻഡ് കുറച്ചുകൂടെ തണുപ്പുള്ള സ്ഥലമാണ്. ഞങ്ങൾ പോയത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ യാത്രകൾ ചെയ്ത് ഞങ്ങൾ Airbnb എത്താറായി. ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ആളുകൾ അധികമില്ലായിരുന്നു, വീടുകളില്ലായിരുന്നു, റെസ്റ്റോറൻറ്റുകളില്ല, നമുക്ക് ഫോണിൽ സിഗ്നൽ ഇല്ല. അങ്ങനെ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ എയർബിഎൻബിയിലെത്തി നേരെ കയറി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷൊക്കെ ആയി തിരിച്ച് താഴേക്ക് വന്നപ്പോൾ നമ്മുടെ Airbnbയുടെ ഓണർ ഒരു ഗ്രാൻഡ് പിയാനോ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അദ്ദേഹവുമായി അതിനെപ്പറ്റി സംസാരിച്ചൊക്കെ നിന്നിട്ട് നമ്മുടെ ദേവദൂതനിലെ എന്തൊരു മഹാനുഭാവുലു എന്ന് പറഞ്ഞ പാട്ട് പുള്ളിക്ക് കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി അതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ നിന്ന് മേടിച്ചു, അവർക്ക് അതിൻ്റെ ട്രൂപ്പിൽ അത് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് രാത്രിയായി. വളരെയധികം യാത്രാക്ഷീണം ഉണ്ടായിരുന്നു, കാരണം ഒരു 9-10 മണിക്കൂർ ട്രെയിനിൽ നിന്നും ഇരുന്നും ഒക്കെ യാത്ര ചെയ്താണ്. യാത്രാക്ഷീണം കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി അന്ന്. അങ്ങനെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒന്ന് സ്കോട്ട്ലൻഡിന്റെ ഗ്രാമപ്രദേശങ്ങൾ നടന്ന് കാണണം. അങ്ങനെ ചെറിയൊരു മോർണിംഗ് വാക്കിന് ഞങ്ങൾ ഇറങ്ങി നടന്ന് പോയപ്പോൾ ചെറിയ കാസ്റ്റലുകൾ അവിടെ കാണാൻ പറ്റി. പഴയതും ഇടിഞ്ഞു പൊളിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കുറേ കാസ്റ്റലുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടുകാരിൽ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നത് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിൽ പണ്ട് യുദ്ധങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് ഈ അതിർത്തി ഗ്രാമങ്ങളായ ഹൈലൻഡ്സിൽ വെച്ചിട്ടായിരുന്നു നടന്നിരുന്നത്. ഇതിന്റെ ശേഷിപ്പുകളാണ് ഈ കാസ്റ്റലുകൾ. ഇത് നമുക്ക് ഹൈലൻഡ്സിൽ മുഴുവൻ കാണാൻ കഴിയുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ആ കാസ്റ്റലൊക്കെ കണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളും ചെറിയ മലയും കുന്നും ഒക്കെ കണ്ട് ഞങ്ങൾ കുറേ നടന്നു. അന്ന് തന്നെ സ്കോട്ട്ലൻഡിന്റെ ഒരു ഒത്തന്റിക് ഡിഷായ ഹാഗസ് ട്രൈ ചെയ്യാൻ ഒരു അവസരം കിട്ടി. ഹാഗസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ചെമ്മരിയാടിന്റെ ഹാർട്ടും ലങ്സും ഒക്കെ ഇവർ വെള്ളത്തിലിട്ട് പുഴുങ്ങി ഇതിന്റെ തന്നെ കുടലിനകത്തേക്ക് ഇത് സ്റ്റഫ് ചെയ്യും. കുടൽ ക്ലീൻ ചെയ്ത് കുടലിനകത്തേക്ക് ഇത് സ്റ്റഫ് ചെയ്യും. അത് കുറച്ച് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഈ ഹാഗസ്. അപ്പോൾ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഹാഗസ് ട്രൈ ചെയ്യാൻ ഒരു അവസരം കിട്ടി. പിന്നെ കുറച്ച് സ്കോൺസും ട്രൈ ചെയ്തു. സ്കോൺസ് ഒരു ഡെസേർട്ടാണ്. കുറച്ച് വീറ്റ് ഫ്ലോറും അതിൻ്റെ കൂടെ കിസ്മിസും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരുതരം കേക്ക് പോലത്തെ ഒരു വിഭവമാണ് ഈ സ്കോൺസും ബട്ടറും അല്ലെങ്കിൽ സ്കോൺസും ജാമും ചേർത്ത് കഴിക്കുക എന്നുള്ളത് സ്കോട്ട്ലൻഡുകാരുടെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ്. അപ്പോൾ ഈ സ്കോൺസും ഹാഗസും ഞങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ കഴിക്കാനും പറ്റി. അങ്ങനെ ആ സ്കോട്ട്ലൻഡിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ രാവിലെ നടന്ന് കണ്ടതിന് ശേഷം വൈകിട്ട് ഞങ്ങളുടെ Airbnb ഓണർ ഞങ്ങളോട് പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട കാസിലേക്ക് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കാസിലായിരുന്നു. ഹ്യൂംസ് കാസിൽ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ഹ്യൂംസ് കാസിലെത്തി അവിടെ ആളുകളുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ നമുക്ക് രസകരമായ കാര്യം തോന്നിയത് അവിടെയുള്ള ആളുകളുടെ എല്ലാം പേര് അവസാനിക്കുന്ന ഹ്യൂമിലാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നത്തെ പ്ലെയർ ആയിട്ടുള്ള ഇയാൻ ഹ്യൂമും ഇതേ സ്ഥലത്ത് തന്നെ നിന്നുള്ള ആളാണ്. അങ്ങനെ ഞങ്ങൾ ഹ്യൂംസ് കാസിൽ കയറി കണ്ടു. ഒരു പൊട്ടിപ്പൊളിഞ്ഞ് ഒരു കാസിലായിരുന്നു. പക്ഷേ ഈ കാസിലിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ചെറിയ മാപ്പ് ഉണ്ടായിരുന്നു. ഈ മാപ്പിൽ കറക്റ്റായി സ്കോട്ട്ലൻഡിലെ എല്ലാ ഡയറക്ഷനിലുമുള്ള എല്ലാ സ്ഥലങ്ങളും ആ മാപ്പിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു മാപ്പായിരിക്കും അത്. പക്ഷേ എന്നിരുന്നാലും അവർ പറഞ്ഞതനുസരിച്ച് ഈ മാപ്പിലെ ഓരോ സ്ഥലങ്ങളും കറക്റ്റായി അന്ന് തന്നെ അവർ മാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞത്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിനകത്ത് വളരെയധികം തണുപ്പായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടിയാണ് കിടന്നുറങ്ങിയത്. എന്നിരുന്നാലും വളരെ നല്ലൊരു ദിവസമായിരുന്നു അത്. അങ്ങനെ ഇനി എഡിൻബ്രയിലേക്ക് പോകണം, എഡിൻബ്ര കാണണം എന്നൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ Airbnb ഓണറിനോട് ചോദിച്ചു എഡിൻബ്രയിലേക്ക് എന്തൊക്കെയാണ് എഡിൻബ്രയിൽ കാണാനുള്ളത്, എവിടെയൊക്കെയാണ് പോകേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നുള്ളതൊക്കെ. അങ്ങനെ പുള്ളി പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ട് എഡിൻബ്ര വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുറേ പ്രേത കഥകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ എഡിൻബ്രയിലേക്കുള്ള യാത്ര 2ാം ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തു. 2 ദിവസം എഡിൻബ്രയിൽ സ്റ്റേ ചെയ്യണം, എഡിൻബ്ര കാണണം. അതായിരുന്നു ഒരു ഹോൾ ഐഡിയ. ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. 1 മണിക്കൂറിൻ്റെ യാത്ര എഡിൻബ്രയിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എഡിൻബ്ര പട്ടണം എത്തി. എഡിൻബ്ര റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. മഴയും എഡിൻബ്രയിലെ തണുപ്പും ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള തണുപ്പുമായിരുന്നു അന്ന് രാവിലെ. അങ്ങനെ ഞങ്ങൾ എഡിൻബ്രയിൽ നിന്നൊരു ചെറിയ കുടയൊക്കെ മേടിച്ച് നടന്നു തുടങ്ങി. എഡിൻബ്ര പട്ടണം നടന്നു കാണണം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു. ഗൂഗിൾ മാപ്പാണ് ബേസിക്കലി ഞങ്ങൾ അതിനെ സഹായിച്ചത്. ആദ്യം തന്നെ ഞങ്ങൾ നടന്നു പോയത് എഡിൻബ്രയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഗ്രേഫ്രയേഴ്സ് കിർക്യാർഡാണ്. ഹാരി പോട്ടർ ഫാൻസിന് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗ്രേഫ്രയേഴ്സ് കിർക്യാർഡ്. കാരണം 96കളിൽ JK റൗളിംഗ് ഇവിടെ വന്നിരുന്നാണ് ഹാരി പോട്ടർ എഴുതിയത്. ഈ തെരുവുകളിലെ പല കോഫി ഷോപ്പുകളിലും ഇരുന്നാണ് ഹാരി പോട്ടറിന്റെ പല സീൻസും JK റൗളിംഗ് വിഷ്വലൈസ് ചെയ്തതും അത് പെൻ ഡൗൺ ചെയ്തതും. അപ്പോൾ ഈ ഗ്രേഫ്രയേഴ്സ് കിർക്യാർഡിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പണ്ട് മരിച്ച ആളുകളുടെ പേര് ഈ ഗ്രേവിൽ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പേരുകളാണ് ബേസിക്കലി JK റൗളിംഗ് തൻ്റെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തത്. പല പേരുകളും ഹാരി പോട്ടർ നോവലിലുള്ള, ഹാരി പോട്ടർ സീരീസിലുള്ള പല പേരുകളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇൻക്ലൂഡിങ് പോട്ടർ, ഡംബിൾഡോർ ഒക്കെ അവിടെ എൻഗ്രേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ ഗ്രേവ് യാർഡിന്റെ ബാക്കിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കൊവനാൻഡേഴ്സ് പ്രിസൺ എന്ന് പറയുന്ന ഒരു പ്രിസൺ നമുക്ക് കാണാൻ പറ്റി. ചെറിയ ചെറിയ സെല്ലുകൾ മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ പുറത്ത് അതിൻ്റെ കഥകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. 1600 കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലൊക്കെ ചർച്ചും കിങ്ങും ഒരുമിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ് ഈ കോവനാൻഡേഴ്സ്. അപ്പം അന്നത്തെ ചാൾസ് രാജാവ് ഈ കോവനാൻഡേഴ്സിനെ പ്രോസിക്യൂട്ട് ചെയ്ത സ്ഥലമാണ് ഈ കോവനാൻഡേഴ്സ് പ്രിസൺ. പുള്ളിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന മക്കൻസി എന്ന് പറയുന്ന ഒരു ന്യായാധിപന് ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തു. മക്കൻസി കോവനാൻഡേഴ്സിനെ ഈ സെല്ലുകളിലേക്ക് കൊണ്ടുവരികയും അവിടെ ഇട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഭക്ഷണം കൊടുക്കാതെയും തണുപ്പത്തുമൊക്കെ ഇവരെ വളരെയധികം ക്രൂരമായി പൈശാചികമായി ഇവരെ കൊല്ലാനുള്ള ഓർഡറും കൊടുത്തു. അങ്ങനെയാണ് കോവനാൻഡേഴ്സ് പ്രിസൺ ഉണ്ടായത്. ഈ കോവനാൻഡേഴ്സിന് അതിനുശേഷം ഈ ഗ്രേ ഫ്രയർസ് ക്രിക്യാർഡിലെ ശവക്കല്ലറകളിൽ അടക്കം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ജയിലൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് അടുത്തൊരു ടൂംബ് കാണുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ വേറൊരു ടൂംബ് കാണുന്നത്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് മക്കൻസീസ് മിസോളിയമാണ്. അതായത് ആ ന്യായാധിപനായ മക്കൻസിയെയും പുള്ളിയുടെ മരണശേഷം ഈ തൊട്ടടുത്ത് തന്നെ ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തത്. ആ സ്ഥലത്തിൻ്റെ പേരാണ് മക്കൻസീസ് മിസോളിയം. അപ്പോൾ ഈ മക്കൻസി മിസോളിയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാരനോമൽ ആക്ടിവിറ്റീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. ആളുകൾ പോകാൻ പേടിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു അത്. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം. പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര. ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. അപ്പം അതിനുശേഷം ഞങ്ങൾ ഗ്രേ ഫ്രയർസ് ക്രിക്യാർഡും മക്കൻസി മിസോളിയും കോവനാൻഡേഴ്സ് പ്രിസണും ഒക്കെ കണ്ട് അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പോകുന്നത് റോയൽ കോളേജ് ഓഫ് സർജൻസ് മ്യൂസിയത്തിലേക്കാണ്. അവിടേക്ക് പോകാൻ ഒരു കാരണമുണ്ട്. ബർക്ക് ആൻഡ് ഹാരെ എന്ന് പറയുന്ന 2 വ്യക്തികളുടെ തലയോട്ടികൾ ഇന്ന് സൂക്ഷിച്ചിരിക്കുന്നത് ഈ റോയൽ കോളേജ് ഓഫ് സർജൻസ് മ്യൂസിയത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് മോഡേൺ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അന്ന് അനാട്ടമി പഠിക്കാൻ സർജൻസിന് ബേസിക്കലി മനുഷ്യ ശരീരങ്ങളില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബർക്ക് ആൻഡ് ഹാരെ എന്ന് പറഞ്ഞ 2 പേര് എഡിൻബ്രയിൽ ആളുകളെ കൊന്നിട്ട് ഈ ശവശരീരം ഡോക്ടർ റോബർട്ട് നോക്സിന് കൊടുക്കുകയും ഡോക്ടർ റോബർട്ട് നോക്സ് ഈ കൊണ്ടുവരുന്ന ശവശരീരങ്ങൾ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മോഡേൺ മെഡിസിനിൽ അനാട്ടമി പഠിച്ചത്. അപ്പോൾ ഇന്നും ആ ബർക്ക് ആൻഡ് ഹാരയുടെ തലയോട്ടി സൂക്ഷിച്ചിരിക്കുന്ന റോയൽ കോളേജ് ഓഫ് സർജൻസ് മ്യൂസിയത്തിലേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ റോയൽ കോളേജ് ഓഫ് സർജൻസ് മ്യൂസിയത്തിൽ ചെന്നു. മ്യൂസിയത്തിനകത്ത് ഏറ്റവും ആദ്യത്തെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് മുതൽ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ റോബോട്ടിക് സർജറി എക്യുപ്മെൻറ്റ്സ് വരെ ഒരേ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റി. ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എനിക്കത് വളരെയധികം റിലേറ്റ് ചെയ്യാനും നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ ഈ റോയൽ കോളേജ് ഓഫ് സർജൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ബർക്ക് ആൻഡ് ഹാരേനെ തൂക്കിക്കൊന്ന സ്ഥലം. ഈ തൂക്കിക്കൊന്ന സ്ഥലത്ത് ഇന്നൊരു സ്റ്റാർ ഷേപ്പിൽ ഒരു അടയാളമുണ്ട്. വഴിയിലൂടെ നടന്നു പോകുന്നവരൊക്കെ ഈ സ്റ്റാറിലേക്ക് തുപ്പിയിടുന്നത് നമുക്ക് കാണാൻ പറ്റി. അത് ഇന്നൊരു ആചാരമാണ്. എഡിൻബ്രയുടെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഈ ഇന്നത്തെ യാത്ര നടത്തിയത്. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ എഡിൻബ്ര പട്ടണത്തിൻ്റെ ബാക്കി സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കണ്ട് അവിടുത്തെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്സിൽ നിന്നൊക്കെ ചെറിയ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു. ഇനിയുള്ള അടുത്ത ദിവസത്തിൽ പ്ലാൻ എനി കാസിൽ എന്ന് പറഞ്ഞൊരു കാസിൽ കാണണം എന്നാണ്. അതിൻ്റെ റീസൺ, എൻ്റെ വൈഫ് ഒരു വളരെയധികം ഡൈഹാർഡായിട്ടുള്ള ഹാരി പോട്ടർ ഫാനാണ്. ഹാരി പോട്ടർ മൂവീസിൻ്റെ മെയിനായിട്ടുള്ളൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ഈ എനി കാസിൽ. ഹാരി നിംബസ് 2000 വെച്ച് ഫ്ലൈ ചെയ്തതും ഹാരിയുടെ ഫസ്റ്റ് ലെസൺസും ഫ്ലൈയിങ് ലെസൺസും ഒക്കെ ഷൂട്ട് ചെയ്ത ഈ എനി കാസിലാണ് ഞങ്ങൾ ഇനി പോകാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ എങ്ങനെ പോകുന്നതായി ചോദ്യം, കാരണം ഒരു 30 കിലോമീറ്ററോളം ഉണ്ട്. നമ്മുടെ എയർബിഎൻബി ഓണറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു പുള്ളി തന്നെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എനി കാസിലേക്ക് ഇറങ്ങി. സ്കോട്ട്ലൻഡ് ഹൈലൻഡിൽ നിന്ന് തിരിച്ച് വെയിൽസിലേക്ക് വരുമ്പോഴാണ് എനി കാസിലുള്ളത്.
അപ്പോൾ എനി കാസിലെത്തി നേരെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക നിംബസ് 2000 വെച്ചിട്ട് ഫ്ലൈയിങ് ലെസൺസ് കൊടുക്കുന്ന കുറേ ആളുകളെയാണ്. ഫ്ലൈയിങ് ലെസൺസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് പറക്കാനൊന്നും പറ്റില്ല, പക്ഷെ അവിടുത്തെ ഒരു കസ്റ്റമാണത്. വരുന്നവരെ എല്ലാവരെയും ഹാരി എങ്ങനെയാണോ ഫ്ലൈയിങ് ലെസൺസ് പഠിച്ചത് അതുപോലെ തന്നെ പറക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരു ഫ്ലൈയിങ് ലെസണിന് കയറി നിംബസ് 2000 വെച്ചു. അവർ ആ നിംബസ് 2000 നമ്മളെടുത്ത് പിടിക്കാൻ പറഞ്ഞു, അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ ഫ്ലൈയിങ് ലെസൺസ് തന്നു, നമ്മളെടുത്ത് അതുമായിട്ട് ഓടാൻ പറഞ്ഞു. ഓടിയിട്ട് ചാടുന്ന സമയത്ത് അവർ നമുക്ക് ഫോട്ടോ എടുത്തു തരും. അപ്പോൾ ഈ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോയിൽ വരുമ്പോൾ നമ്മളിങ്ങനെ പറക്കുന്ന പോലെ ഒരു ഫോട്ടോ നമുക്ക് കിട്ടും. എനി കാസിൽ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഹാരി പോട്ടറിൻ്റെ പല സീരീസുകളിലും നമ്മൾ കണ്ട കുറേ വിഷ്വൽസും കുറേ ലൊക്കേഷൻസും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതെല്ലാം കണ്ട് ഒരു ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു എനി കാസിൽ. അപ്പോൾ എനി കാസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളുടെ ഹൗസ് ഓണർ പറഞ്ഞത് ബാംബർ കാസിൽ എന്ന് പറഞ്ഞൊരു കാസിൽ അടുത്തുണ്ട്, നമുക്ക് അവിടെ പോകാം. അങ്ങനെ നമ്മൾ എനി കാസിൽ നിന്ന് അടുത്ത കാസിലായിട്ടുള്ള ബാംബർ കാസിലേക്ക് പോയി. ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും ബീച്ച് ട്രക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ. അതായത് നമ്മൾ കാറ് നിർത്തിയിട്ടിട്ട് ഒരു അരമണിക്കൂറോളം നമ്മൾ നടക്കണം. ചെറിയ മലകളിലൂടെ നടന്ന് നമ്മൾ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് താഴെ ഒരു വലിയ ബീച്ചും ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ ബാംബർ കാസിലുമാണ്. ഈ ബാംബർ കാസിലിൻ്റെ ഭംഗിനെക്കാട്ടിലും കൂടുതൽ ബീച്ച് ട്രക്കിംഗ് ഒരു മനോഹരമായ യാത്രയായിരുന്നു. 6 മണിക്കൂർ ബാംബർ കാസിലേക്ക് നടക്കുന്ന സമയത്ത് മുഴുവൻ പുല്ലുകളും പൂക്കളും ഒക്കെയാണ്. നമ്മൾ മീശപ്പുലിമലയിലോ അല്ലെങ്കിൽ ഇല്ലിക്കൽ കല്ലിലോ ഒക്കെ കാണുന്ന നീളമുള്ള പുല്ലുകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. അതിൻ്റെ കൂടെ തന്നെ കോടമഞ്ഞും, ഒരു 3 മണി 4 മണി സമയത്തുള്ള കോടമഞ്ഞും തണുപ്പും ഒക്കെ ആയിട്ട് അരമണിക്കൂർ നമ്മൾ ഈ ചെറിയ കുന്നുകളിലൂടെയും മലകളിലൂടെയും നടന്നാണ് നമ്മൾ ഈ ബീച്ചിലെത്തേണ്ടത്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ കാസിൽ. 6-ാം നൂറ്റാണ്ടിൽ നോർത്തംബ്രിയയിലെ രാജാക്കന്മാർ ഒരു വലിയ കല്ലിന് മുകളിൽ പണിഞ്ഞ ഒരു കാസിലാണ് കാസിൽ ഓഫ് ബാംബർഗ്. ഈ കാസിലിനെക്കാട്ടിലുപരി ഈ കാസിലേക്ക് വരുന്ന വഴിയും ആ വഴിയിലെ കാഴ്ചകളുമാണ് ഈ യാത്ര ഏറ്റവും മനോഹരമാക്കിയത്. സ്കോട്ട്ലൻഡിലൂടെ യാത്ര ചെയ്തപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം സ്കോട്ട്ലൻഡിലെ ആളുകളുടെ ജനറോസിറ്റിയെ പറ്റിയാണ്. പുതിയ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായി കുറച്ച് സമയം പങ്കിട്ട് കഴിയുമ്പോൾ അവർ തന്നെ നമ്മളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും 1-2 ദിവസം സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനും ഒക്കെ നമ്മളെ ക്ഷണിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിലൂടെ നടന്ന സമയത്ത് കുറേയധികം യുക്രൈനിയൻ റെഫ്യൂജീസിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം റഷ്യ വാർ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ നാട്ടിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇത് മനസ്സിലാക്കിയ സ്കോട്ട്ലൻഡുകാർ അവർ സ്കോട്ട്ലൻഡിൽ നിന്ന് ഇവർ ഫണ്ട് ചെയ്ത് അവരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് ഭക്ഷണവും ജോലിയും ഒക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടോട്ടലി മനസ്സിലാവുന്നത് അത്രയും ജനറസ് ആയിട്ടുള്ള ആളുകളാണ് സ്കോട്ട്ലൻഡിലുള്ളത്. നമുക്ക് എന്ത് സഹായവും അവർ ചെയ്തു തരും എന്നുള്ളതാണ്. അങ്ങനെ സ്കോട്ട്ലൻഡൊക്കെ ചുറ്റിക്കറങ്ങി ആളുകളെയും ഭക്ഷണവും കൾച്ചറും ട്രഡീഷൻസും ഒക്കെ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു, ബാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണമെന്ന്. അതിനൊരു കാരണമുണ്ട്. ഈ ബാത്തിൽ ഇംഗ്ലണ്ടിൽ വളരെ കുറച്ച് കാണുന്ന ഒരു പ്രതിഭാസമാണ് ഹോട്ട് സ്പ്രിങ്സ്. ഈ ഹോട്ട് സ്പ്രിങ്സ് പ്രധാനമായിട്ടും ഇംഗ്ലണ്ടിലുള്ളത് ബാത്തിലാണ്. 46 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ചെറിയ പൂളുകളാണ് ഈ ഹോട്ട് സ്പ്രിങ്സ് ആയിട്ടുള്ളത്. അങ്ങനെ ബാത്തിലേക്കുള്ള യാത്ര ഞങ്ങൾ തുടങ്ങി. രാവിലെ ട്രെയിനിൽ തന്നെയാണ് ബാത്തിലേക്ക് പോയത്. ബാത്തിലെത്തി അങ്ങനെ ആദ്യം പോകുന്നത് റോമൻസ് ബാത്തിലാണ്. റോമൻസ് ബാത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ കുളത്തിൽ കുളിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. പണ്ട് ആർത്രൈറ്റിസ്, ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങൾ, വാദം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ മാറുമെന്നാണ് റോമൻസ് വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ റോമൻസ് ബാത്തിനുള്ളിൽ കയറി നമുക്ക് കാണാൻ പറ്റും ഈ ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് ചെറിയ ബബിൾസ് വന്നിട്ട് ഇങ്ങനെ വെള്ളം ബേസിക്കലി ഇങ്ങനെ ബബിൾ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും. 46 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളമാണ്. അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് കുറച്ച് ചൂട് കിട്ടും. ബേസിക്കലി ഈ വെള്ളത്തിൻ്റെ ചൂട് കാരണം ബാക്കിയുള്ളിടത്തെല്ലാം തണുപ്പാണെങ്കിലും ഇവിടെ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു ടാപ്പ് കാണാൻ പറ്റി. ഈ ടാപ്പിൽ നിന്ന് ഈ ഹോട്ട് സ്പ്രിങ്ങിലുള്ള വെള്ളം ഈ ടാപ്പ് വഴി ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഈ റോമൻ ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഞങ്ങളും ഈ വെള്ളം കുറച്ച് കുടിച്ചു നോക്കി. ഒരു വളരെ മോശം ടേസ്റ്റ് ആയിരുന്നു, ഒരു ആൽക്കലൈൻ ടേസ്റ്റ് ആയിരുന്നു ഈ വെള്ളത്തിന്. അങ്ങനെ ഈ റോമൻ ബാത്തൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ നടത്തം തുടർന്നു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഹോട്ടൽ കണ്ടത്. ഭയങ്കര തിരക്കായിരുന്നു ഈ ഹോട്ടലിന് പുറത്തും അകത്തും ഒക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്
ബേസിക്കലി സാലീസ് ലൺബൺ എന്ന് പറയുന്ന ഒരു ബണ്ണ് വിൽക്കുന്ന ഒരു ചെറിയ കടയാണ്. അവിടെ ഒന്നും കിട്ടില്ല, ഒരു ചെറിയ ബണ്ണ് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഈ ബണ്ണിനൊരു പ്രത്യേകതയുണ്ട്. 1400-കളിൽ ഈ ഹോട്ട് സ്പ്രിങ്ങുകളിൽ കുളിക്കാൻ യൂറോപ്പിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആളുകൾ ഈ കുളിക്ക് ശേഷം അവർ ഭക്ഷണമായി കഴിച്ചിരുന്നത് ഈ ബണ്ണാണ്. ഈ ബണ്ണും ഇതിൻ്റെ കൂടെ കിട്ടുന്ന ക്ലോട്ടഡ് ക്രീമും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇന്നും ആളുകൾക്ക് അറിയില്ല, ലോകത്തിന് അറിയില്ല എന്നാണ് ആ കടയിലുള്ളവർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ അത് കഴിക്കാനുള്ള ഒരു കൗതുകം ഞങ്ങൾക്കും തോന്നി. ഞങ്ങൾ വാങ്ങി സാലീസ് ലൺബണ്ണും അതിൻ്റെ കൂടെയുള്ള ക്ലോട്ടഡ് ക്രീമും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ നാക്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പഞ്ഞി പോലെ അങ്ങ് തീരുന്ന രീതിയിലുള്ള ഒരു ബണ്ണും അതിൻ്റെ കൂടെ തന്നെ ഒരു ക്രീമും, അതായത് ബട്ടറും ഫ്രഷ് ക്രീമും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ക്രീമും ബണ്ണും. ഇതാണ് സാലീസ് ലൺബൺ. അപ്പോൾ ഈ ബണ്ണും ഞങ്ങൾ വാങ്ങി, ബണ്ണ് വാങ്ങി കഴിച്ചു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ ബാത്ത് നഗരമൊക്കെ ഒന്ന് ചുറ്റി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ബാത്ത് നഗരം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു റോമൻ ആർക്കിടെക്ചർ നമ്മൾ എന്താണോ മനസ്സിലാക്കിയത് അതിൻ്റെ ഒരു കോപ്പി പേസ്റ്റ് ആണ് ബാത്ത് നഗരം. റോമൻ സിവിലൈസേഷനും റോമൻ ഹിസ്റ്ററിയും റോമൻ ആർക്കിടെക്ചറും ഒക്കെ ബാത്ത് നഗരത്തിൽ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ നഗരം മുഴുവൻ ഒരു 2-3 മണിക്കൂറോളം നമ്മൾ ചുറ്റി കണ്ടു. അപ്പോൾ കുറേ നടന്നതിന് ശേഷം ഈ ടേസ്റ്റ്, സാലീസ് ലൺബണിൻ്റെ ടേസ്റ്റ് നമ്മുടെ നാക്കിൽ നിന്ന് പോകുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തത്, തിരിച്ച് സാലീസ് ലൺബണിലേക്ക് വന്നു. അവിടുന്ന് വീണ്ടും വാങ്ങി അത് കഴിച്ചു. എന്നിട്ട് ഒരു 2 ബണ്ണ് ഞങ്ങൾ പാഴ്സലും വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക്, നമ്മുടെ ഹൈലൻഡ്സിലേക്ക് ട്രെയിൻ കയറി. സോ അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഹൈലൻഡ്സിൽ നമ്മുടെ വീട്ടിലെത്തി. ഇത് നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് സ്കോട്ട്ലൻഡിൽ. ഹൗസ് ഓണറിന് ഇത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ഒരു വലിയ ബാങ്കറ്റ് വിരുന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹാഗിസും സ്കോൺസും പാസ്തയും ഒക്കെ പുള്ളി ഉണ്ടാക്കി. അതിൻ്റെ കൂടെ തന്നെ പുള്ളിയുടെ ഇൻമേറ്റ്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് അവസാനത്തെ ആ ഡിന്നർ അന്ന് അവിടെ കഴിച്ചിരുന്നത്. എപ്പോഴും ഈ യാത്രയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് സ്കോട്ട്ലൻഡിലെ ആളുകളുടെ സ്നേഹവും ജനറോസിറ്റിയുമാണ് ഈ യാത്രയിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത്. അങ്ങനെ ആ ഡിന്നറോടെ ഞങ്ങളുടെ 10 ദിവസത്തെ സ്കോട്ട്ലൻഡ് യാത്ര അവിടെ അവസാനിച്ചു. സ്കോട്ട്ലൻഡിൻ്റെ ചരിത്രവും ഭക്ഷണവും ആളുകളെയും ഒക്കെ ഈ 10 ദിവസം കൊണ്ട് വളരെയധികം നന്നായി പരിചയപ്പെടാനും അറിയാനും പറ്റി. അങ്ങനെ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് യാത്ര അവിടെ അവസാനിച്ചു. ഇത് കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.